ഹായ് ഓൾ, എല്ലാവർക്കും സൈലത്തിന്റെ IT വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോകളിലൂടെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. മോഡൽ എക്സാമിന് ചോദിച്ച അതേ ചോദ്യങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിന് ചോദിക്കാറുണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ടത് അതിനകത്തുള്ള സ്റ്റെപ്പുകൾ, അതിന്റെ ക്രമങ്ങൾ എങ്ങനെയാണ്, ഓരോ ടൂളുകളും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിലെ ഒരു ചോദ്യമാണ് നമ്മളിവിടെ നൽകിയിരിക്കുന്നത്. ചോദ്യം വായിക്കാം. ചിത്രത്തിൽ നൽകിയിരിക്കുന്ന മാതൃകയുള്ള ബ്രേക്കിംഗ് ന്യൂസ് എന്ന സ്ക്രോളിംഗ് ടെക്സ്റ്റ് ചുവടെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കണം. അതായത് ഒരു ആനിമേഷനാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. ഇതിന്റെ പശ്ചാത്തല ചിത്രം, അതായത് ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് ഹോമിലെ ഇമേജ് 10 ഫോൾഡറിനകത്ത് victors_bg.png എന്ന ചിത്രം ഉപയോഗിക്കുക. അതായത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ചിത്രം അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. അതേപോലെ സ്ക്രോളിങ്ങിന് വേണ്ടിയിട്ടുള്ള ബ്രേക്കിംഗ് ന്യൂസ് എന്ന ടെക്സ്റ്റ് ഹോമിലെ ഇമേജ് 10 ഫോൾഡറിലുള്ള breaking.png എന്ന ചിത്രമാണ് ഉപയോഗിക്കേണ്ടത്. അടുത്തത് ആനിമേഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത് പറഞ്ഞിരിക്കുന്നു. breaking.png എന്ന ചിത്രം ക്യാൻവാസിൽ താഴെ വലത് മൂലയിൽ, അതായത് റൈറ്റ് കോർണറിൽ ഉൾപ്പെടുത്തണം. അതിനുശേഷം റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക്, വലത്തു നിന്നും ഇടത്തോട്ട് ചലിക്കുന്ന രീതിയിലാണ് നമ്മൾ ആനിമേഷൻ തയ്യാറാക്കേണ്ടത്. അതിനുശേഷം ഈ ഒരു ആനിമേഷനെ FLV ഫോർമാറ്റിലേക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് ഹോമിലെ എക്സാംപ്റ്റർ എന്ന ഫോൾഡറിനകത്തേക്ക് നമുക്ക് നമ്മുടെ രജിസ്റ്റർ നമ്പർ കൊടുത്തുകൊണ്ട് സേവ് ചെയ്യണം. വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ ഉപയോഗിച്ച് ഈ മോഡൽ പരീക്ഷ ചെയ്ത ചോദ്യം നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ തുറക്കുകയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ആപ്ലിക്കേഷൻ, ഗ്രാഫിക്സ്, അതിൽ നിന്നും സിൻഫിക് സ്റ്റുഡിയോ എന്നുള്ള സോഫ്റ്റ്വെയർ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ തിയറിക്ക് വരുന്ന ഒരുപാട് കാര്യങ്ങൾ കൂടി നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് സിൻഫിക് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക എന്നുള്ള സ്റ്റെപ്പ്, അതേപോലെ അതിനകത്തുള്ള ഫ്രെയിമുകളുടെ എണ്ണം, അതേപോലെ ഉപയോഗിക്കുന്ന ടൂളുകളൊക്കെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് സിൻഫിക് സ്റ്റുഡിയോ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ നൽകിയിരിക്കുന്നത്. ഇതിനകത്തേക്കാണ് നമുക്ക് ചിത്രങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ നോക്കൂ, പശ്ചാത്തലം ബാക്ക്ഗ്രൗണ്ടായി നമുക്ക് ആദ്യം ചിത്രം ഉൾപ്പെടുത്തേണ്ടത് victors.bg എന്ന ചിത്രമാണ്. അതിനുശേഷമാണ് നമുക്ക് ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്ന ചിത്രത്തെ നമുക്ക് ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു സിൻഫിക് സ്റ്റുഡിയോ പ്രൊജക്റ്റ് ഫയൽ, അതായത് .sifz എന്ന് പറയുന്ന ഒരു ഫയലാണ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. നിങ്ങൾ കൊടുക്കേണ്ടത് ഫയൽ മെനുവിലെ ഓപ്പൺ എന്നുള്ളതിലാണ്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു ചിത്രം ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കുക, ചിത്രം ഉൾപ്പെടുത്താനാണ് പറയുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഫയൽ മെനുവിലെ ഇമ്പോർട്ട് എന്നുള്ളതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഫയൽ മെനുവിലെ ഇമ്പോർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. എവിടെയാണ് ചിത്രം പറഞ്ഞിരിക്കുന്നത്? ഹോമിലെ ഇമേജ് 10 ഫോൾഡറിനകത്ത് നമ്മളോട് കൃത്യമായിട്ടുള്ള ഫയൽ അവിടെ പറയുന്നുണ്ട്. victors.pg, നമുക്ക് victors_bg.png എന്ന ചിത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. ആ ചിത്രം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇമ്പോർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആനിമേഷനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇവിടെ ലഭിക്കും. രണ്ടാമത് നമ്മളോട് പറഞ്ഞിരിക്കുന്നു ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്ന ഒരു ചിത്രത്തെയാണ് നമുക്ക് ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തേണ്ടത്. അതിനും ഇതേ ക്രമം തന്നെയാണ്. ചിത്രം ഉൾപ്പെടുത്താൻ പറഞ്ഞാൽ ഫയൽ മെനുവിലെ ഇമ്പോർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് breaking.png എന്ന ചിത്രമാണ് നമുക്ക് ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആവശ്യമായ ബാക്ക്ഗ്രൗണ്ട് വന്നു, അതേപോലെ സ്ക്രോളിംഗ് പോവേണ്ട ടെക്സ്റ്റും നമുക്ക് വന്നു. ഇനി പറയുന്നു, നമ്മളോട് പറഞ്ഞിരിക്കുന്നു താഴെ വലത് മൂലയിൽ, അല്ലേ, താഴെ നമുക്ക് റൈറ്റ് കോർണറിലാണ് ഇതിനെ ആരംഭിക്കേണ്ടത്. അവിടെ നിന്ന് വലത്ത് നിന്ന് ഇടത്തോട്ട് പോകുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു ആനിമേഷൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ താഴെ താഴെ കാണുന്ന, നടുവിൽ കാണുന്ന ഗ്രീൻ നോഡിൽ ക്ലിക്ക് ചെയ്ത് താഴെ വലത് ഭാഗത്തെ മൂലയിലേക്ക് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, അതായത് 0 ഫ്രെയിമിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ നിങ്ങൾ ക്രമീകരിക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമായതുപോലെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തും. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് കടക്കുകയാണ്, എങ്ങനെയാണ് ആനിമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, തിയറി പരീക്ഷയ്ക്ക് പലർക്കും ചോദിച്ചിട്ടുണ്ട്, ഈ ഒരു ആനിമേഷൻ ബട്ടൺ കാണിച്ചിട്ട് എന്താണ് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ വ്യത്യാസം ഉണ്ടാവുക എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം അല്ലേ, ഈ ഒരു ആനിമേഷൻ മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ക്യാൻവാസിന് ചുറ്റും ഒരു റെഡ് ബോക്സ് വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലായി? ആനിമേഷൻ മോഡ് ഓൺ ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ ഫ്രെയിമുകൾ സെറ്റ് ചെയ്യുകയാണ്. എത്ര ഫ്രെയിമുകളാണുള്ളത് നമുക്കറിയാം. ആകെ 120 ഫ്രെയിമുകളാണ് സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിലുള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാം? 120ാമത്തെ ഫ്രെയിമിലേക്ക് നമുക്ക് സെലക്ട് ചെയ്യാം. രണ്ട് രീതിയിൽ ചെയ്യാം. ഇവിടെ 120 ഫ്രെയിം എന്ന് ടൈപ്പ് ചെയ്യാം. താഴെ കാണുന്ന ഫ്രെയിം പാനലിൽ നിന്നും ഏറ്റവും അവസാനത്തേക്ക് പോയി കഴിഞ്ഞാൽ 120 എന്നുള്ള ഫ്രെയിമിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. ഇനി നമുക്ക് ചെയ്യേണ്ടത് 120ാമത്തെ ഫ്രെയിമിൽ ഈ ഒരു ആനിമേഷൻ എവിടെയാണോ നിൽക്കേണ്ടത്, അതായത് ഈ ഒരു ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്ന ടൈറ്റിൽ എവിടെയാണോ നമുക്ക് വേണ്ടത് അവിടേക്ക് നീങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് നമ്മൾ നേരെ സെലക്ട് ചെയ്ത് ഏറ്റവും അവസാനം എവിടേക്കാണോ വേണ്ടത്
അവിടേക്ക് പ്ലേസ് ചെയ്യുന്നു. അതായത് 120ാമത്തെ ഫ്രെയിമിൽ ഈ ഒരു ഒബ്ജക്റ്റ് ഇവിടെ എത്തും. ബാക്കിയുള്ള ഫ്രെയിമുകളൊന്നും നമ്മൾ പറയേണ്ട, ആ കാര്യങ്ങളൊക്കെ ആര് ചെയ്യും? സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ ചെയ്യും. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ആനിമേഷൻ മോഡ് ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ആനിമേഷൻ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ഒരു ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്ന ടൈറ്റിൽ വലത് ഭാഗത്ത് നിന്ന് ഇടത് ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്ന ആനിമേഷൻ നമ്മൾ നൽകി. ഇനി അടുത്തത് നോക്കൂ, FLV ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനാണ് നമ്മളോട് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക, ഫയൽ മെനുവിലെ റെൻഡർ എന്നുള്ളതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. ഈ രീതിയിലാണ് നമ്മൾ ഒരു വീഡിയോയെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ ടാർഗറ്റ് നിങ്ങൾക്ക് കാണിക്കും സിൻഫിക് സ്റ്റുഡിയോ ആനിമേഷൻ അല്ലെങ്കിൽ സിൻഫിക് ആനിമേഷൻ 1.png എന്നാണ് പറയുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് FLV ഫോർമാറ്റിൽ ഹോമിലെ exam10 അകത്താണ് നമ്മളോട് സേവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഇവിടെ കാണുന്ന ചൂസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതായത് എവിടേക്കാണോ സേവ് ചെയ്യേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ exam10 എന്ന് പറയുന്ന ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എത്രയാണോ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ നമ്പർ നൽകിയതിന് ശേഷം ശ്രദ്ധിക്കുക, അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? .flv എന്ന് നിങ്ങൾ മാനുവലി ടൈപ്പ് ചെയ്യണം. അതായത് ഒരു വീഡിയോ ഫോർമാറ്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി .flv എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഹോമിലെ exam10 അകത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ പേരിൽ ആ .flv എന്നുള്ള ടാർഗറ്റ് നമ്മൾ കാണിച്ചു കഴിഞ്ഞു. ഇനി ഇതിനൊരു വീഡിയോ ആയിട്ട് ലഭിക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും അവസാനം ഇവിടെ കാണുന്ന റെൻഡർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, റെൻഡർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ റെൻഡറിങ് എന്ന് കാണിക്കും. റെൻഡേർഡ് സക്സസ്ഫുള്ളി എന്ന് കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കിയുള്ള ആ ഒരു ആനിമേഷൻ വീഡിയോ FLV ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ആയി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം? exam10 അകത്ത് ആ ഒരു FLV ഫയൽ ഉണ്ടാകും. അതൊന്ന് ജസ്റ്റ് നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ആനിമേഷൻ നിങ്ങൾക്ക് അവിടെ വർക്കാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ സ്റ്റെപ്പുകൾ നിങ്ങൾ നല്ലതുപോലെ ഓർമ്മിച്ച് വെക്കുക. ചിത്രങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ഫയൽ മെനുവിലെ ഇമ്പോർട്ട് എന്നും, പ്രൊജക്റ്റ് ഫയൽ ആണെങ്കിൽ നമ്മൾ ഫയൽ മെനുവിലെ ഓപ്പൺ എന്നുള്ള ക്രമത്തിലുമാണ് ഫയലുകളെ തുറക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് ആദ്യത്തെ ഫ്രെയിമിൽ എവിടെയാണോ വേണ്ടത് ആ രീതിയിൽ സെറ്റ് ചെയ്യാം. അതിനുശേഷം 120ാമത്തെ ഫ്രെയിമിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഫ്രെയിമിൽ എവിടേക്കാണോ വേണ്ടത് അത് ആനിമേഷൻ മോഡ് ഓൺ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. അതേപോലെ തന്നെ വീഡിയോ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഫയൽ മെനുവിലെ റെൻഡർ എന്നുള്ള ക്രമത്തിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയെ എക്സ്പോർട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഈ രീതിയിലാണ് എല്ലാ സിൻഫിക് സ്റ്റുഡിയോയിലുള്ള ചോദ്യങ്ങളും ചെയ്യേണ്ടത്. മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ല രീതിയിൽ സിൻഫിക് സ്റ്റുഡിയോ പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.